നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദത്തിൽ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഭാരതം എന്നറിയപ്പെടുന്ന ഇന്ത്യ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്നുള്ളതാണ്. സ്റ്റേറ്റുകളുടെ യൂണിയൻ. പക്ഷെ നമ്മൾ ഫെഡറേഷൻ എന്നുള്ള വാക്കല്ല ഉപയോഗിച്ചത്. നമ്മളെപ്പോഴും ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്, ഒരു ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ ഒരു വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷേ അത് ഫെഡറേഷനാണ്. ഫെഡറേഷന് പകരം ഭരണഘടനാ സമിതി, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാൻ കാരണങ്ങളുണ്ട്. ഫെഡറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൺസെപ്റ്റാണ്. ഏറ്റവും ഉദാഹരണമായ, ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം, സാധാരണ ആളുകൾ കോട്ട് ചെയ്യുന്ന ഒരു ഉദാഹരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെയാണ്. അവിടെ സ്വതന്ത്രരായ റിപ്പബ്ലിക്കുകൾ, സ്റ്റേറ്റുകൾ ഒരുമിച്ച് കൂടി ഒരു ഫെഡറൽ സംവിധാനം ഉണ്ടാക്കാൻ എഗ്രി ചെയ്യുകയും അങ്ങനെ ഒരു ഫെഡറേഷൻ നിലവിൽ വരികയും ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഫെഡറേഷൻ നിലവിൽ വരുന്നത്. ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ഇവയെല്ലാവരും കൂടെ കൂടി, സ്വതന്ത്രമായ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് കൂടിയിരുന്ന് ഒരു തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥിതി, അതാണ് ഫെഡറേഷൻ. പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ ഭരണക്രമം എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രോവിൻസസ്, ബ്രിട്ടീഷ് പ്രോവിൻസസ് എന്നാണ് പറയുക. ബ്രിട്ടീഷ് പ്രോവിൻസസ്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രോവിൻസസുകൾ. അപ്പുറത്ത് ഈ നാട്ടുരാജ്യങ്ങളെന്നും പറഞ്ഞൊരു ഏർപ്പാട് ഇവിടെ ഉണ്ടായിരുന്നു. 600 നാട്ടുരാജ്യങ്ങളോ മറ്റോ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്. ഇതെല്ലാം കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, ചിലതൊക്കെ വലിയ രാജ്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഭരിക്കുന്ന രാജാക്കന്മാർ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഒരു നയം, ഒരു പോളിസി എന്ന് പറയുന്നത് ഈ രാജാക്കന്മാരെ ഭരിക്കാൻ അനുവദിക്കുക. പക്ഷേ ഓവറോൾ കൺട്രോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. അവരാണ് തീരുമാനിക്കുന്നത്. ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഏറ്റവും മുതിർന്ന ഒരാളാണ്, ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിനിധിയാണ് ഇവിടെ. ഈ രാജ്യം ഭരിക്കാൻ ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഗവർണർ ജനറൽ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ രാജ്യം മുഴുവൻ മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഭരണക്രമത്തിൽ രാജാക്കന്മാരെ സ്വതന്ത്രം എന്ന് പറയാൻ പറ്റില്ല, അവരെ അനുവദിച്ചിരുന്നു. അവർക്ക് വേണ്ട പോലെ അവരുടെ പ്രജകളെ ഉപദ്രവിക്കാനും ഹരാസ് ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നു. അതാണ്. പക്ഷേ ഈ ബ്രിട്ടീഷ് ഈ പ്രോവിൻസുകൾ ഒക്കെ, ഈ പ്രോവിൻസുകൾ എല്ലാം ഇവിടൊക്കെ ഒരു ഫെഡറൽ സംവിധാനം ഇവർ നിലനിർത്തിയിരുന്നു. പ്രോവിൻസുകളിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ ബ്രിട്ടീഷ് പ്രോവിൻസുകളും നാട്ടുരാജ്യങ്ങളും കൂടിച്ചേർന്ന്, അവരെ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്ലാസിക്കൽ ഫെഡറേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് മാറി ഇന്ത്യയുടേതായ ഒരു പ്രത്യേകമായ ഒരു ഫെഡറൽ സംവിധാനമാണ് ഇവിടെ നിലവിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ കാണുന്ന സ്വാതന്ത്ര്യം, സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ഇവിടെയില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സംസ്ഥാനങ്ങൾ ഫെഡറൽ യൂണിയനിൽ നിന്ന് വിട്ടുമാറി പോകാനുള്ള സ്വാതന്ത്ര്യം പോലും അവർക്കുണ്ട്. പക്ഷെ നമുക്കതില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ സംസ്ഥാനങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഒരു പരിധിവരെ പാർലമെൻറ്റിൻ്റെ ഒരു കൺട്രോൾ അതിൽ നിൽപ്പുണ്ട്. അതായത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ, യൂണിയൻ എന്ന് പറയുന്ന ഈ ഫെഡറൽ ഗവൺമെൻറ്, ആ യൂണിയൻ്റെ അധികാരങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു ചരിത്രമാണ് കഴിഞ്ഞ ഒരു 75 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ഫെഡറേഷൻ എന്ന് പറഞ്ഞാലും ഈ ഫെഡറേഷന് വെള്ളം ചേർത്ത് ഈ ഫെഡറേഷനിൽ യൂണിയൻ ഗവൺമെൻറ്റിന്, ഫെഡറൽ ഗവൺമെൻറ്റിന് കൂടുതൽ അധികാരങ്ങൾ അവർ എടുക്കുകയാണ്.
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സംസ്ഥാനങ്ങൾ അതിൻ്റെ അതിർത്തി നിശ്ചയിക്കുന്ന പാർലമെൻറ്റ്, അത് ഏരിയ നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ്, അതിൻ്റെ പേര് നിശ്ചയിക്കുന്നത് പാർലമെൻറ്റ്. അപ്പോൾ അതിർത്തി മാറ്റിയെടുക്കാം, 2-3 സ്റ്റേറ്റുകളെ ഒന്നാക്കാം, ഒരു സ്റ്റേറ്റിനെ വെട്ടിമാറ്റി 2 ആക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി യൂണിയൻ ടെറിട്ടറി ആക്കാം. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ യൂണിയൻ ഗവൺമെൻറ്റിൽ, അതായത് പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുണ്ട്. അത് തന്നെ ഫെഡറലിസത്തിനെതിരാണ്. പക്ഷേ അത് ഇന്ത്യൻ ഫെഡറലിസം അങ്ങനെയാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫെഡറലിസം എന്ന് പറഞ്ഞാലും യൂണിയന് കൂടുതൽ അധികാരങ്ങൾ, സാമ്പത്തിക അധികാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേറ്റുകളൊക്കെ തന്നെ എപ്പോഴും അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അധികാരങ്ങളില്ല, സാമ്പത്തികമായ അധികാരങ്ങളില്ല അവർക്ക് വെളിയിൽ നിന്ന് പൈസ കടമെടുക്കാൻ പറ്റില്ല. ഭരണഘടന തന്നെ അതിനെ വിലക്കിയിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിന്, യൂണിയൻ ഗവൺമെൻറ്റിന് മാത്രമേ വെളിയിൽ നിന്ന് പൈസ കടമെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തികച്ചും യൂണിയൻ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടേത്. അവിടെ അങ്ങനെ ഒരു സംവിധാനത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, സ്റ്റേറ്റുകളെ ഒന്നാക്കാം, 2-3 സ്റ്റേറ്റുകളെ ഒരുമിച്ച് കൂട്ടി അമാൽഗമേറ്റ് ചെയ്ത് ഒരു സ്റ്റേറ്റ് ആക്കാം, സ്റ്റേറ്റിനെ വെട്ടിമുറിക്കാം, 2 ആക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇന്ത്യയിൽ 2014 നിലവിൽ വന്ന ഒരു ഗവൺമെൻറ്, അത് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് വരികയാണ്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിനെ വെട്ടി 2 ആക്കി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അതിനെ തരം താഴ്ത്തി സ്റ്റേറ്റിൽ നിന്ന് അതൊരു കേന്ദ്രഭരണ പ്രദേശമായി, യൂണിയൻ ടെറിട്ടറിയായി മാറ്റി. ജമ്മു ആൻഡ് കാശ്മീർ, അതുപോലെ തന്നെ ലഡാക്ക്, ഇങ്ങനെ 2 ഭാഗങ്ങൾ, 2 യൂണിയൻ ടെറിട്ടറീസായിട്ട് മാറ്റി. ഒരു പ്രധാന പ്രശ്നം, അത് സുപ്രീം കോടതിയിൽ വന്നതാണ്. പക്ഷേ സുപ്രീം കോടതി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിശ്ചയിക്കാതെ വളരെ തന്ത്രപൂർവമായി ഒഴിഞ്ഞു മാറിക്കളഞ്ഞു. അതെന്താണ്? അതാണ് ആ പ്രശ്നത്തിൻ്റെ കാതൽ എന്ന് നാം മനസ്സിലാക്കണം. അതായത്, ഞാൻ ഈ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. സ്റ്റേറ്റിനെ മാറ്റിമറിക്കാം, സ്റ്റേറ്റിനെ അമാൽഗമേറ്റ് ചെയ്യാം, സ്റ്റേറ്റിനെ വെട്ടിമുറിക്കാം, ഇതൊക്കെ ഉണ്ട്, പേര് മാറ്റാം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഒരു സ്റ്റേറ്റിനെ തരം താഴ്ത്തി യൂണിയൻ ടെറിട്ടറി, അതായത് കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കഴിയുമോ? ആ അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്തെ കാതലായ പ്രശ്നം. ഇപ്പോൾ കാശ്മീരിൽ നടന്ന അതാണല്ലോ. ഞാൻ ആ പ്രശ്നം ഉന്നയിക്കാൻ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പാർലമെൻറ്റിന് അങ്ങനെ ഒരു അധികാരമുണ്ട് എന്ന് വന്നാൽ പിന്നെ ഒരു സംസ്ഥാനവും സുരക്ഷിതമായിരിക്കില്ല. ഇപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം പോലും 2 അല്ലെങ്കിൽ 1 ഒരു കേന്ദ്രഭരണ പ്രദേശമാകാം, അല്ലെങ്കിൽ 2 വെട്ടിമുറിച്ച് മലബാർ ഭാഗം എല്ലാം കൂടെ മാറ്റി വേറൊരു കേന്ദ്രഭരണ പ്രദേശം, തിരുവിതാംകൂർ കൊച്ചി ഭാഗം മാറ്റി മറ്റൊരു ആക്കാം. ഇപ്പോൾ കാശ്മീർ മോഡലിൽ, ഈ കാശ്മീർ മോഡൽ നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുകയില്ല എന്നെന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇതാണ് അധികാരമെങ്കിൽ പാർലമെൻറ്റിന് ഒരു സംസ്ഥാനത്തിനെ ഡീഗ്രേഡ് ചെയ്യാമോ, തരം താഴ്ത്താം എന്നുള്ള ഒരധികാരം പാർലമെൻറ്റിലുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനത്തിനും അത് ചെയ്യാം. ഒരു സംസ്ഥാനത്തിനെ അങ്ങനെ ചെയ്യുന്നതിന് പാർലമെൻറ്റിന് അധികാരമുണ്ടെങ്കിൽ ലോജിക്കലി എല്ലാ സംസ്ഥാനങ്ങളെയും ആ രീതിയിൽ തരം താഴ്ത്തിയെടുക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വരത്തില്ലേ? അതാണ് ഇതിൻ്റെ ലോജിക്ക്. അതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനതിനെക്കുറിച്ച് ലേഖനം വരെ എഴുതിയിട്ടുണ്ട്. പാർലമെൻറ്റിന് നമ്മുടെ ഭരണഘടന അനുസരിച്ച് അങ്ങനെ ഒരു അധികാരം ഇല്ല എന്നുള്ളതാണ്. കാരണം അതിന് പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഒരു സംസ്ഥാനത്തിനെ ഒരു ഭാഗം വെട്ടിമാറ്റി അതിനെ യൂണിയൻ ടെറിട്ടറി ആക്കാം
എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ശരി, ഒരു ഭാഗം വെട്ടിമാറ്റി യൂണിയൻ ടെറിട്ടറി ആക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിനെ മുഴുവൻ യൂണിയൻ ടെറിട്ടറി ആക്കാമെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ഭാഗം മാത്രം വെട്ടിമാറ്റി എടുക്കാമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് മുഴുവനായും യൂണിയൻ ടെറിട്ടറി ആക്കാമെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗം വെട്ടിമാറ്റി യൂണിയൻ ടെറിട്ടറി ആക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറ്റുള്ളൂ. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം പറയുന്നത് ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. പാർലമെൻറ്റിന് എല്ലാ സംസ്ഥാനങ്ങളെയും മാറ്റിമറിച്ച് യൂണിയൻ ടെറിട്ടറി ആക്കാമെന്നുള്ള അധികാരമുണ്ടെങ്കിൽ പിന്നെ ഈ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദത്തിന് യാതൊരു അർത്ഥവുമില്ലാതായിട്ട് മാറും. പിന്നെ പറയാം ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. അങ്ങനല്ലല്ലോ. അപ്പോൾ ഇന്ത്യ ഷാൽ ഓൾവേസ് ബി എന്നാണ്. ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഷാൽ ഓൾവേസ് ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പാർലമെൻറ്റിന് ഒരു സംസ്ഥാനത്തെ ഡീഗ്രേഡ് ചെയ്ത് യൂണിയൻ ടെറിട്ടറി ആക്കാനുള്ള അധികാരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ സുചിന്തിതമായ അഭിപ്രായം. അതാണ് ആദ്യമായി ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ 2-ാമത്തെ പോയിന്റ്, ഈ ഫെഡറലിസത്തിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഇഷ്യൂ ആണത്. അതായത് നമ്മുടെ ഈ ഫെഡറൽ സിസ്റ്റത്തിൽ ഈ ഗവർണറുടെ പങ്ക് എന്താണ് ഗവർണറുടെ പങ്ക്? ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളും, അതായത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ അവരെ ഒപ്പോസ് ചെയ്യുന്ന പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗവർണർമാർ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട്. ബില്ലുകൾ പ്രധാനമായിട്ടും പിടിച്ചു വയ്ക്കുന്നു. ഒരു ബില്ല് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബില്ല്? അതൊരു ലീഗൽ പ്രപ്പോസൽസാണ്. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രധാന കാതലായ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒരു ബില്ലെന്ന് പറയുന്നത്. ഒരു നിയമം, ഒരു ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുന്നെങ്കിൽ അതിന് സഹായകമായ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കുന്ന പല സാഹചര്യങ്ങളും ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് ഒരു നിയമം ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഒരു നിയമം പാസ്സാക്കുന്നത്. ആ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഭരണഘടനയനുസരിച്ചൊരു ഗവർണർക്ക് വിട്ടുകൊടുക്കണം, അദ്ദേഹത്തിൻ്റെ സമ്മതത്തിന് വേണ്ടി, അസെൻറ്റ്. സമ്മതത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ജനങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. അദ്ദേഹം അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുകയാണ്. അത് 3 മാസമല്ല, 6 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷം വരെയൊക്കെയാണ് ഒരു ഗവർണർ ഒരു ബില്ലിൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്, ഒരു തീരുമാനം എടുക്കാതെ. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഒരു ഗവർണർക്ക് അസെൻറ്റ് കൊടുക്കാം, സമ്മതം കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അതുപോലെ തന്നെ അത് അസംബ്ലിക്ക് തിരിച്ചുവിടാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് അയച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു 3-4 ഓപ്ഷൻസ് ഭരണഘടന തന്നെ കൊടുക്കുന്നുണ്ട്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദത്തിനെ കുറിച്ച് ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്, പേപ്പറുകളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു പ്രശ്നമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വാദങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് വ്യക്തമായി പറയാനുള്ളത്, ഗവർണർക്ക് യാതൊരു വിവേചനാധികാരവും അതിലില്ല എന്ന് തന്നെയാണ്. കാരണമുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ഭൂരിഭാഗം അനുച്ഛേദങ്ങളും 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു ആവർത്തനമാണ്. ഭൂരിഭാഗം അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലെ 75-ാം വകുപ്പ് അനുസരിച്ച് ഈ ഗവർണർ ഒരു ബില്ല് പാസ്സാക്കി, അസംബ്ലി പാസ്സാക്കി കൊടുത്താൽ ഗവർണർക്ക് ഇതുപോലെ തന്നെ അസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ
ഗവർണർ ജനറലിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അസംബ്ലിക്ക് തിരിച്ചയക്കുക, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം പറയുന്നുണ്ട്. ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറയുന്നത്, 75ാമത്തെ വകുപ്പിൽ പറയുന്നത്, ഗവർണർ ഇൻ ഹിസ് ഡിസ്ക്രിപ്ഷൻ. ഗവർണർ ഇൻ ഹിസ് ഡിസ്ക്രിപ്ഷൻ. അത് വളരെ അർത്ഥവത്താണ് ആ കാര്യം. അതായത് ഗവർണർ തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്യാമെന്നുള്ളതാണ്. അല്ലാതെ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് ചെയ്യാനല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 200ാമത്തെ അനുച്ഛേദം എഴുതി ചേർക്കുമ്പോൾ അതിൻ്റെ ബോഡി മുഴുവൻ നമ്മളങ്ങ് അതിൽ നിന്ന് എടുത്ത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ചു. പക്ഷേ അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള വാക്കെടുത്ത് മാറ്റി, വിവേചനാധികാരം എന്നുള്ളത് മാറ്റി. ഒരു നിയമത്തിൽ, അതിന് മുമ്പുണ്ടായിരുന്ന നിയമത്തിൽ നിന്നൊരു പ്രത്യേക ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ടേം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഇനി ബാധകമല്ല എന്നുള്ളതാണ്. അത് റെലവൻ്റ് അല്ല. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ബാധകമല്ല. ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ അവിടെ നിലനിൽക്കുന്നില്ല. നമ്മുടെ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണലി ഹെഡാണ്. പക്ഷേ ഒരു സംസ്ഥാനം ഭരിക്കുന്നത്, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സംസ്ഥാനം ഭരിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ഒരു ഗവൺമെൻറ്. അതിനൊരു മുഖ്യമന്ത്രിയുണ്ട്, അവിടെ മന്ത്രിമാരുണ്ട്. ഇവരാണ് ഭരിക്കുന്നത്. യഥാർത്ഥ ഭരണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ഇവരിലാണ്. അപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് മാത്രമേ ഗവർണർക്ക് ചെയ്യാൻ പറ്റൂ. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണം മുഴുവൻ ഭരണഘടന വായിച്ചു നോക്കിയാൽ മറ്റൊരു രീതിയിൽ നമുക്ക് തോന്നാം. കാരണം എക്സിക്യൂട്ടീവ് പവർ മുഴുവൻ ഗവർണറിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആ മാതിരി നമ്മൾ ഇങ്ങനെ എടുത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. സുപ്രീം കോടതി അനേകം വിധിന്യായങ്ങളിലൂടെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്, നമ്മുടെ ഭരണഘടനാ സിസ്റ്റം അനുസരിച്ച്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡറിൽ സിസ്റ്റത്തിൽ ഗവർണർക്ക് യാതൊരു അധികാരങ്ങളും ഇല്ല. ഗവർണർ ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കാൻ സാധ്യമല്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് പറയുന്നത് മാത്രമേ ചെയ്യാൻ സാധ്യമുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില ഏരിയാസ് ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് വേറെ കാര്യങ്ങളാണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ചില ഭരണ സംവിധാനത്തിൽ ഗവർണർക്കുള്ള പങ്ക്, അവിടെ ഗവർണർക്ക് മന്ത്രിസഭയോട് ആലോചിക്കാതെ ചെയ്യാവുന്ന ചില ഏരിയാസ് ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ ഭരണപരമായ കാര്യങ്ങളിൽ ഗവർണർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു ബില്ല് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് പറയുന്ന രീതിയിൽ മാത്രമേ ഗവർണർക്ക് ചെയ്യാൻ സാധ്യമുള്ളൂ. ഗവർണർക്ക് അവിടെ വിവേചനാധികാരം ഇല്ല എന്നുള്ളതാണ് അതിലെ വാസ്തവം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭരണഘടനയിലെ വളരെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള, വിവാദപരമായിട്ടുള്ള മറ്റൊരു ഏരിയയാണ് ഈ പൗരത്വ നിയമം എന്ന് പറയുന്നത്. പൗരത്വ നിയമം നിങ്ങൾക്കൊക്കെ പരിചിതമാണ്. പൗരത്വ നിയമം, അതിനെക്കുറിച്ചൊക്കെ ധാരാളം കോലാഹലങ്ങളും വാദവിവാദങ്ങളും ഒക്കെ ഈ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും അതൊക്കെ ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ പൗരത്വം ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആർക്കാണ് പൗരത്വം, എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ജീവിക്കുന്ന ഒരാളിന് പൗരത്വം കൊടുക്കേണ്ടത് എന്നുള്ളത്. ഒന്നാമത്തേത് ഡൊമിസൈൽ, അതായത് സ്ഥിരതാമസം. രണ്ടാമത്തേത് ഇവിടെ ജനിക്കുക. ഒന്നുകിൽ അയാൾ ജനിക്കുക, അല്ലെങ്കിൽ അയാളുടെ അച്ഛനോ അമ്മയോ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഇവിടെ സ്ഥിരതാമസത്തിനുള്ള ഒരു തീരുമാനം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാളിന് പൗരത്വം കൊടുക്കാം. അതിന്ന മതസ്ഥനാവണമെന്നില്ല. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും പാർസി ആയാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും നിരീശ്വരവാദി ആയാലും ആരായാലും ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സ്ഥിരതാമസമാണെങ്കിൽ ആളിന് പൗരത്വം കൊടുക്കണമെന്നാണ് ഭരണഘടന എഴുതിയിരിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം അതാണ്. ആ അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ചില നിയമ നടപടികൾ ഇപ്പോൾ ഈ ഇന്ത്യ ഭരിക്കുന്ന ഇന്നത്തെ ഗവൺമെൻറ്
അനുവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ധാരാളം വാദകോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗത്തിനെ, നമ്മുടെ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിനെ വിക്ടിംസാക്കി അവർക്ക് എതിരായി നീങ്ങുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള നടപടികൾ അതിൻ്റെ പേരിൽ എടുക്കാറുണ്ട്. ഒരിക്കലും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരിക്കൽ പോലും നമ്മുടെ ഭരണഘടനയിൽ പൗരത്വ നിയമം അല്ലെങ്കിൽ പൗരത്വം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് ഞാൻ ഈ പറഞ്ഞ ഈ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ഡൊമിസൈൽ ആൻഡ് ബർത്ത്, സ്ഥിരതാമസം, ഇവിടെ ജനിക്കുക, ഈ അടിസ്ഥാനം മാത്രമേ ഉള്ളൂ. ആര് ജനിച്ചാലും ആരിവിടെ സ്ഥിരതാമസമായാലും അവർ പൗരന്മാരാണ് ഈ രാജ്യത്തെ. ഇതാണ് അടിസ്ഥാനപരമായ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന പൗരത്വ നിയമം. അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു ഗവൺമെൻറ്റിനും സാധ്യമല്ല. അതാണ്. പക്ഷേ വ്യതിചലിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നിരിക്കുന്ന അഭയാർത്ഥികളുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പൗരത്വം നൽകുകയും പൗരത്വം നിഷേധിക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ഈ ഭരണഘടനയ്ക്ക് അനുകൂലമാണ് എന്നുള്ളത് അത് ഇനിയും ഇവിടുത്തെ ഏറ്റവും വലിയ നീതിന്യായ കോടതിയായിരിക്കുന്ന സുപ്രീം കോടതി തീരുമാനിക്കേണ്ട ഒരവസ്ഥയാണ്. അങ്ങനെ വളരെ അടിസ്ഥാനപരമായ ചില പ്രമാണങ്ങളിൽ നിന്ന്, ചില തത്വങ്ങളിൽ നിന്ന്, ചില സിദ്ധാന്തങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന ഒരു കാഴ്ച നാം ഇന്ന് കാണുന്നുണ്ട്. അത് വളരെ അങ്കലാപ്പോടു കൂടിയാണ് നാം ഇന്ന് കാണുന്നത്. അപ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ ഭാവി എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ഭയാശങ്കകൾ നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. ഞാൻ തന്നെയുമല്ല, എൻ്റെ ഒരു പ്രഭാഷണത്തിലും ഞാൻ രാഷ്ട്രീയം കലർത്താറില്ല. അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഭരണഘടനാപരമായി ഭരണഘടനയ്ക്ക് എതിരായി ഒരു നിയമങ്ങളും ഒരു രാജ്യത്ത് ഒരു ഗവൺമെൻറ്റിനും ഉണ്ടാക്കാൻ സാധ്യമല്ല. കേന്ദ്ര ഗവൺമെൻറ്റിനായാലും ഇങ്ങനെയുള്ള ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായാലും അങ്ങനെ ഒരു നിയമങ്ങളും ഒരു ചട്ടങ്ങളും ഉണ്ടാക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവസാനമായി ഒരു കാര്യം പറയാനുള്ളത്, അത് ഇക്കാലത്ത് പ്രത്യേകിച്ച് 2014 ശേഷം ഉള്ള ഇന്ത്യയിൽ പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മതേതരത്വം. മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത് ഇന്ന് വാസ്തവത്തിൽ ആളുകളെ ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്നൊരു വാക്കായി മാറിയിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ പോയി മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് വടക്കേ ഇന്ത്യക്കാരൻ പറയുന്നത് അത് മുസ്ലിംകാരുടെ കാര്യമാണെന്നാണ്. അത് മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ മതേതരത്വം എന്ന് പറയുന്നതാണ്. അവരുടെ വിശ്വാസം അങ്ങനെയാണ്. കാരണം അവരെ ആ രീതിയിലാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം? ഇന്ത്യ എന്ന് പറയുന്ന ഇത്ര വിശാലമായ, ഇത്രയധികം സങ്കീർണതകളുള്ള ഒരു രാജ്യം, ഒരു സമൂഹം, ഇവിടെ മതേതരത്വത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതിനെക്കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കാറില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ പ്രോ മുസ്ലിം, അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്താൻ താല്പര്യമുള്ള ആളുകൾ പറയുന്ന ഒരു വാക്കാണ് ഈ മതേതരത്വം എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വാക്കും ഈ മതേതരത്വം തന്നെയാണ്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനെയും ഒരു രാഷ്ട്രീയ പാർട്ടിയും വാസ്തവം പറഞ്ഞാൽ വടക്കേന്ത്യയിലെങ്ങും മതേതരത്വം പറഞ്ഞ് നടക്കാൻ പറ്റില്ല. ആർക്കും വോട്ട് കിട്ടുകയില്ല. അതാണ് അവസ്ഥ. അപ്പോൾ അത് എന്താണ് മതേതരത്വം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഭരണഘടനയെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ വാസ്തവം പറഞ്ഞാൽ വളരെ സീരിയസ് ആയി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് ഈ മതേതരത്വം എന്ന് പറയുന്നത്? നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ലിപ് സർവീസ് മാതിരി ഈ അധരസേവ നടത്തുന്ന മാതിരി നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് കാര്യമില്ല. നമുക്ക് മതേതരത്വം വേണം, മതേതരത്വം പുനഃസ്ഥാപിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം. പക്ഷെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല.
നമ്മളത് മനസ്സിലാക്കണം. എന്താണ് മതേതരത്വം? എന്തിനാണ് ഈ മതേതരത്വം? ഈ രാജ്യത്തിന് എന്തുകൊണ്ട് മതേതരത്വം ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് മതേതരത്വം ഈ രാജ്യത്തിന് ആവശ്യമായി വരുന്നത് എന്നുള്ളതാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഭരണകൂടത്തിന് മതമില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാതൽ എന്ന് പറയുന്നത്, നമ്മുടെ മതേതരത്വത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഭരണകൂടത്തിന് മതമില്ല എന്നുള്ളതാണ്. ഭരണകൂടം ഒരു മതത്തിനെയും പോഷിപ്പിക്കുന്നില്ല, പരിപോഷിപ്പിക്കുന്നില്ല, ഒരു മതവിശ്വാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് അതിൻ്റെ കാതൽ. അതേ സമയത്ത് തന്നെ നമ്മുടെ ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി വളരാനും പുഷ്ടിപ്പെടാനും ഇവൻ മതപ്രചരണം നടത്താനും ആളുകളെ ആ മതങ്ങളിലേക്ക് ആകർഷിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന ഈ വിശാലമായ ഒരു സങ്കല്പത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഭരണകൂടത്തിന് മതമില്ല എന്ന് പറയാൻ കാരണം അതാണ് ഒരു സെക്യുലർ സ്റ്റേറ്റും മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭരണകൂടവും ഒരു മത രാഷ്ട്രത്തിലുള്ള ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മതരാഷ്ട്രം, അവിടെ ഒരു മതം, അതാണ് സ്റ്റേറ്റ് റിലീജിയൻ. ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നോക്കൂ, ഇസ്ലാം അവരുടെ സ്റ്റേറ്റ് റിലീജിയനാണ്. അവരുടെ നിയമങ്ങളെല്ലാം ഇസ്ലാമിൻ ബേസ് ചെയ്തിട്ടാണ്, ഈ ഖുറാനിൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലുള്ള രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാനായാലും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ അതെല്ലാം മതരാഷ്ട്രങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണകൂടം ഒരു മതവുമായി ബന്ധപ്പെടാത്ത, അതാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ സെക്യുലറിസം എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമായി അംഗീകരിച്ചതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ? അവരാരും തന്നെ ബുദ്ധിയില്ലാത്ത ആളുകളായിരുന്നില്ലല്ലോ, വളരെ വലിയ വലിയ മനീഷികളായിരുന്നു അവർ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി എഴുതി വച്ചിരിക്കുന്നതാണിത്. അവർ വിഭാവനം ചെയ്തൊരു ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ അത് മതരാഷ്ട്രമായിട്ടല്ല, അത് മതേതരത്വ രാജ്യമായിട്ടാണ് ഈ രാജ്യത്തിനെ അവർ കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രയധികം മതങ്ങളും അത്രയധികം വിശ്വാസ സംഹിതകളും അത്രയധികം ജാതികളും ഉപജാതികളും ഒക്കെ കൂടി കുഴഞ്ഞു മറിഞ്ഞ് സങ്കീർണമായൊരു സമൂഹം ആണ് ഈ രാജ്യത്തുള്ളത്. ഇത്രയധികം മതങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് 6 or 7 മതങ്ങൾ ഒഫീഷ്യലായിട്ട് തന്നെ മതങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഭരണവ്യവസ്ഥ ഇവിടെ വന്നു എന്ന് വയ്ക്കുക, എന്തായിരിക്കും അവസ്ഥ? ഈ രാജ്യം ഒരടി മുമ്പോട്ട് പോകും. ഏതെങ്കിലും ഒരു മതരാഷ്ട്രം, ഇന്ത്യ ഒരു മതരാഷ്ട്രമാകുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഒരു മതം, അതായത് ഇവിടെ ഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പിന്തുടരുന്ന ഒരു മതം, ആ മതം ആയിരിക്കും സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറയുന്നത്. അതായത് ഭരണകൂടത്തിൻ്റെ മതം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും, ഒരു ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകുന്നത് ആ മതത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ ആ മതവിശ്വാസികൾക്ക് സഹായകരമായ രീതിയിലാണ്. അപ്പോൾ അവർ ക്ലാസ് 1 സിറ്റിസൺസാണ്. ബാക്കിയുള്ള മതങ്ങൾ എല്ലാം 2nd ക്ലാസ് 3rd ക്ലാസ് ഇങ്ങനെ മാറ്റാം. അവർക്ക് അധികാരങ്ങൾ കാണത്തില്ല. അവരുടെ മതാഘോഷങ്ങൾ നടത്തണമെങ്കിൽ അവർക്ക് കളക്ടറോട് അനുവാദം ചോദിക്കണം, ഗവൺമെൻറ്റോട് അനുവാദം ചോദിക്കണം. അവർക്ക് ഒരു റിലീജിയസ് പ്രൊസഷൻ നടത്തണമെങ്കിൽ അനുവാദം വേണം. അനുവാദം കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, ഇന്ന് അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. കാരണം ഈ സെക്യുലർ സ്റ്റേറ്റിലാണ് ആ അവകാശങ്ങളുള്ളത്. എല്ലാവർക്കും ഒരുപോലാണ്. ഇവിടെ അങ്ങനെ ഒരു മതത്തിനും പ്രാമുഖ്യമില്ല, എല്ലാ മതങ്ങളും തുല്യരാണ് എന്നുള്ള ഒരു സമീപനം, അതാണ് മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം. അതാണ് ഈ മതേതരത്വവും അതുപോലെ തന്നെ മതരാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം അതുതന്നെയാണ്. അപ്പോൾ മറ്റ് മതങ്ങളെല്ലാം തന്നെ 2nd ക്ലാസ് ആയിട്ട് മാറി അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും ഇല്ലാത്ത ഒരവസ്ഥ മതരാഷ്ട്രത്തിൽ വന്നു ചേരും
എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മുടെ അയൽവക്കത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതിലേക്കാണോ നമ്മൾ പോകേണ്ടത്? പക്ഷെ അങ്ങനെ വരുമ്പോൾ മറ്റൊരു കാര്യം വരും. മതസ്പർദ്ധ വളരുകയും രാജ്യത്ത് അന്തഛിദ്രവും സംഘടനകളും സംഘർഷങ്ങളും ഉണ്ടാവുകയും അങ്ങനെ രാജ്യം പിന്നോട്ട് പോവുകയും ചെയ്യും. രാജ്യം ഒരടി മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അത്രത്തോളം മതസംഘർഷവും മതസ്പർദ്ധയും ഈ രാജ്യത്ത് വളർന്നു വരും എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്ത് ഭൂരിപക്ഷം എന്ന് പറയുന്ന ആളുകൾ, മെജോറിറ്റി, അതായത് ഒരു പ്രത്യേക മതം പിന്തുടരുന്ന ആളുകൾ, 80% ആളുകൾ ഒരു പ്രത്യേക മതം പിന്തുടരുന്നു. പക്ഷേ ആ സമൂഹത്തിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2500 3000 വർഷങ്ങളായി നിലനിന്നിരുന്ന വിചിത്രമായ, മനുഷ്യനെ തുല്യരായി കണക്കാക്കാത്ത, മനുഷ്യനെ നീതി നിഷേധിക്കുന്ന, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു മതവിശ്വാസം. അവിടെ നല്ല സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം പുറന്തള്ളപ്പെടും. അതായത് ഈ പവർ സ്ട്രക്ചറിൽ നിന്ന്, അധികാര ഘടനയിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടും ക്രമേണ എന്നുള്ളതാണ്. അതൊരു സത്യമാണ്. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇതൊരു മതരാഷ്ട്രം ഇവിടെ നിലവിൽ വരികയാണെങ്കിൽ അവിടെ ഈ മതത്തിലെ ഏറ്റവും ഉയർന്ന വരേണ്യവർഗത്തിന് മാത്രം അധികാരം കൈയാളാവുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതിനെന്തൊക്കെ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കും. അഡ്മിനിസ്ട്രേഷൻ ആ വരേണ്യവർഗത്തിൻ്റെ കൺട്രോളിലായിരിക്കും. അവിടെ മറ്റാളുകൾക്ക് പ്രവേശനമില്ല, അവരെ വെളിയിൽ ചാടിക്കും. അപ്പോൾ അധികാരത്തിൻ്റെ വേലിക്കുള്ളിൽ നിന്ന് അതിന് വെളിയിൽ ചാടിക്കുന്ന ഒരു സമ്പ്രദായം. പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ അത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇനിയുള്ള കാലം അത് നടക്കുകയില്ല. 21ാം നൂറ്റാണ്ടിൽ അത് നടക്കാൻ പോകുന്നില്ല. നടന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് രാജ്യം അന്ധചിത്രമാകും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അത് അന്ധചിത്രത്തിലേക്ക് വഴിതെളിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ ഐക്യം, രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്തണമെങ്കിൽ ഈ രാജ്യം സെക്കുലർ ആയി മാത്രം നിന്നെങ്കിലേ പറ്റൂ. ഒന്ന്, മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ മൂലമുണ്ടാകുന്ന സംഘടനകളും സംഘർഷങ്ങളും. രണ്ട്, ഈ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിലെ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘടനകൾ. അധികാരത്തിൻ്റെ സ്ട്രക്ചറുകളിൽ നിന്ന്, ഘടനകളിൽ നിന്ന് വെളിയിൽ ചാടിച്ച ആളുകൾ നിശബ്ദരായി അധികകാലം നോക്കിയിരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ നടക്കുകയില്ല. അങ്ങനെയല്ല ലോകം പുരോഗമിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ രാജ്യം ഒന്നായി, ഒരു രാജ്യമായി നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തണമെങ്കിൽ ഈ രാജ്യം എന്നും ജനാധിപത്യ രാജ്യമായിരിക്കണം. അതുപോലെ തന്നെ സെക്കുലർ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമായിരിക്കണം. ഒരിക്കലും ഇന്ത്യ ഒരു മതരാഷ്ട്രം ആകാൻ പാടില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം ഈ രാജ്യത്തിലെ ജനങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനൊരു തീരുമാനം എടുക്കണം എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.